അല്ല ഈ ചില മാധ്യമങ്ങൾ പണ്ട് പറഞ്ഞു കേട്ടൊരു കഥയാണ്. ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹത്തോട് ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു, ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, താങ്കൾ റെഡ് സ്ട്രീറ്റിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വിദേശ പ്രതിനിധി ചോദിച്ചു, എവിടെയാണ് റെഡ് സ്ട്രീറ്റ്, എന്താണ് റെഡ് സ്ട്രീറ്റ് എന്ന് ചോദിച്ചു. അതിന് അറിയുമായിരുന്നില്ല. പിറ്റേ ദിവസം മാധ്യമങ്ങൾ വാർത്തയടിച്ചത് ഈ വിദേശ പ്രതിനിധി വന്നിറങ്ങിയോട്ടനെ ചോദിച്ചത് റെഡ് സ്ട്രീറ്റ് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ വാർത്തകളെ വളച്ചൊടിക്കുന്നത്, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ വളച്ചൊടിക്കുന്നത്. ഇവിടെ സർസംഘചാലകന്റെ ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുള്ള ഒരു ബൗദ്ധിക ഒരു പ്രഭാഷണം, അത് വികാസ് ഭാരതി എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയുടെ ഗ്രാമീണ തലത്തിൽ നിന്നുള്ള ആളുകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള അവരോടുള്ള ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് അത് മോദിക്കെതിരാണെന്ന് വ്യാഖ്യാനിക്കുകയാണ്. അവിടെ വാസ്തവത്തിൽ അദ്ദേഹം സംസാരിച്ചത് വികസനത്തെക്കുറിച്ചും ആ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ സാധാരണ ഉദ്ധരിക്കുന്ന ഒരു ചൊല്ലുമാണ് അദ്ദേഹം പറഞ്ഞത്. വികസനത്തിന് ഒരു അവസാനമില്ല, ആ വികസനത്തിന് എവിടെയാണോ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നത് അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. ഒരു വശം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്ത തലത്തിലേക്ക് എത്തണം, പിന്നെ അതിന്റെ അടുത്ത തലത്തിലേക്ക് എത്തിക്കണം. അതിനെ സൂചിപ്പിക്കുന്ന ഹിന്ദിയിലുള്ള ഒരു ചൊല്ലാണ് അദ്ദേഹം അതിൽ പറഞ്ഞത്. അത് മോദിക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാം. പക്ഷേ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമല്ല എന്നുള്ളത് സാമാന്യന്റെ ഹിന്ദി മനസ്സിലാകുന്ന എല്ലാവർക്കും ആ പ്രഭാഷണം പൂർണ്ണമായി കേട്ടാൽ ബോധ്യപ്പെടുന്നതാണ്. അത് അവിടെ നിന്ന് കേട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും CPM-ന്റെ പ്രതിനിധിയും ഒക്കെ ബി ജെ പി എന്തോ തെരഞ്ഞെടുപ്പിൽ തോറ്റു നിൽക്കുന്നത് പോലെയാ പറയുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 240 സീറ്റുമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഒറ്റകക്ഷിയായി മാറിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, അത് എങ്ങനെ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും മൂന്നാമത് ആന്റി ഇൻകംബൻസി ഫാക്ടറിനൊക്കെ ഞങ്ങൾ പരാജയപ്പെടണമായിരുന്നു. ഇവിടെ മൂന്നാമതും ഒരു പ്രീ പോൾ അലയൻസിന്റെ ഭാഗമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായി. 300-ലധികം സീറ്റുകൾ NDA സർക്കാരിന് കിട്ടി. മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് നൽകി. അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. അപ്പൊ BJP പരാജയപ്പെട്ടു എന്ന ധ്വനിയിൽ നിങ്ങൾ ചർച്ച നടത്തുന്നത് വാസ്തവത്തിൽ നിങ്ങൾ തുടർച്ചയായി 3 തവണയും 100-ൽ താഴെ മാത്രം സീറ്റുകളുമായി പരാജയപ്പെട്ടതിന്റെ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി കാണിക്കുന്ന അഭ്യാസം മാത്രമാണ്. നിങ്ങൾ വാസ്തവത്തിൽ ഞങ്ങളൊക്കെ നടത്തുന്നത് പോലെ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് എന്താണ്? നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ സ്വഭാവമാണ്, അല്ലെങ്കിൽ ഈ 2014 തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള മോദിയും അമിത്ഷായും മറ്റ് നേതാക്കന്മാരെയൊക്കെ പുറകിലോട്ട് മാറ്റി അപ്രസക്തരാക്കി മാറ്റി എന്നൊക്കെ പറയും. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഈ ജനാധിപത്യ പാർട്ടിയിൽ പുതുതായിട്ട് നേതാക്കന്മാർ വരും. സ്വാഭാവികമായിട്ട് പ്രായമുള്ളവർ, ആരോഗ്യ പ്രശ്നങ്ങളവർ മാറിക്കൊടുക്കും. അതല്ലാതെ കോൺഗ്രസിലേതുപോലെ എല്ലാ കാലത്തും ഒരു കുടുംബത്തിലേക്ക് റിസർവ് ചെയ്തിട്ടുള്ള ഒരു പ്രസിഡന്റ് പദമല്ല BJP-യിലുള്ളത്. ഒരു കുടുംബത്തിന്റെ സുഖദുഃഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ മൂഡ് അനുസരിച്ച് നയം മാറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല BJP എന്ന് പറയുന്നത്. ഞങ്ങളുടേതൊരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. കഴിഞ്ഞ ഒരു 78-ന് ശേഷം ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള പ്രസിഡന്റുമാരുടെ എണ്ണം നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഈ നെഹ്റു കുടുംബത്തിന്റെ പുറത്തുനിന്ന് ആകെ വന്നിരിക്കുന്ന 2-3 പേരല്ലേ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന മല്ലികാർജ്ജുൻ ഖാർഗെ മാത്രമല്ലേ കഴിഞ്ഞ ഒരു 20 വർഷക്കാലത്തിനുള്ള കോൺഗ്രസിൽ എത്ര പ്രസിഡന്റുമാർ നെഹ്റു കുടുംബത്തിന്റെ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്? സോണിയാഗാന്ധി എത്ര വർഷമാണ് ജനാധിപത്യ വിരുദ്ധമായി അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നത്? BJP അങ്ങനെയല്ല. BJP-യിൽ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അതിനൊരു പ്രക്രിയയുണ്ട്, ഒരു മെക്കാനിസം ഉണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പേര് നിർത്തിക്കഴിഞ്ഞാൽ അനാഥമാകുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. അതാണ് മാറ്റം എന്ന് പറയുന്നത്. മറുവശത്ത് CPM ഇതിനെ കുറിച്ചൊക്കെയാണോ പറയുന്നത്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഈ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? നിങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നുണ്ടോ? വേണ്ട. ബംഗാളിൽ നിങ്ങൾ തുടർച്ചയായി തൊപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന പൂജ്യത്തിലേക്ക് തുടർച്ചയായി നിങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും പൂജ്യം അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ ഗോൾഡൻ ഡക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ത്രിപുരയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടെയൊക്കെ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ 30-35 പതിറ്റാണ്ടുകൾ ഭരിച്ച കാലമല്ലേ, നാടുകളല്ലേ. അവിടെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ അവിടെ ഒന്നും ഒരു ആത്മപരിശോധന നടത്തുന്നില്ല. നിങ്ങൾക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. നിങ്ങൾ ഇരുന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന തിരക്കിലാണ്. റഹീമൊക്കെ ഇങ്ങനെ BJP-യെ ഉപദേശിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉപദേശിക്കുക, അങ്ങനെയാണല്ലോ. CPM-മാർക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള പണി അതാണല്ലോ. കോൺഗ്രസിനെ ഉപദേശിക്കുക, കുറെ BJP-യെ ഉപദേശിക്കുക. നിങ്ങൾ ആദ്യം സ്വയം നന്നാവാൻ വേണ്ടി വല്ല ലേഹ്യം ഉണ്ടെങ്കിൽ വാങ്ങി കഴിക്കുക. അങ്ങനെയെങ്കിലും CPM നന്നാവട്ടെ. ഇവിടെ ഞങ്ങളെ ഉപദേശിക്കാൻ മാത്രമൊന്നും CPM വളർന്നിട്ടില്ല. ഞങ്ങൾക്ക് ആഭ്യന്തരമായി ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിന്റെ ഭാഗമായി തിരുത്താനും അതല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും എല്ലാമുള്ള സംവിധാനം BJP-ക്ക് അകത്തുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളെ അതല്ലെങ്കിൽ പ്രയാസങ്ങളെ ഒക്കെ നേരിട്ട് കൊണ്ട് തന്നെയാണ് BJP വളർന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരല്ല. നിരവധി വർഷങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിരുന്ന് അടിയന്തരാവസ്ഥ പോലെ കോൺഗ്രസ് ഏർപ്പെടുത്തിയ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധയുടെ ഇരകളായി ജയിലിൽ പോയി ഒക്കെ പോരാടി ജനങ്ങളെ വിശ്വാസം അറിയിച്ച് രംഗത്ത് വന്നുള്ളതാണ്. ഞങ്ങൾ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ പരാജയങ്ങളെ ഒക്കെ
വിലക്കെടുക്കാതെ ജനങ്ങൾക്കിടയിൽ തുടർച്ചയായി പ്രവർത്തിച്ച് കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ബദൽ രൂപീകരിച്ചത് BJP ആണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റുകാര്. അനൌദ്യോഗികമായിട്ടെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാര് അവർക്ക് താല്പര്യമുള്ള, അവർക്ക് വളരെ അവരുടെ ഏറ്റവും നല്ല ടെറൈനുകളിൽ മാത്രം അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അവരെ ഏറ്റവും സുഖലോലുപരായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് അവരെല്ലാ സ്ഥലത്തും പരാജയപ്പെട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും നിരന്തരമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ജനങ്ങളുമായി സംവദിച്ച് തോറ്റും ജയിച്ചും അങ്ങനെയാണ് സാർ അവസാനം ഞങ്ങൾ തുടർച്ചയായി ജയിച്ചു തുടങ്ങിയത്. കേരളം അടക്കമുള്ള സംസ്ഥാനം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഞങ്ങളെ എത്രയോ കാലം നിങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച വെറുപ്പിന്റെ ഭാഗമായി വെറുപ്പിന്റെ അവസാനം ശങ്കരൻകുട്ടിയോട് നായികയ്ക്ക് പ്രണയം തോന്നിയതുപോലെ മലയാളികൾക്ക് ഇപ്പോൾ ഞങ്ങളോട് പ്രണയം തോന്നിയിരിക്കുകയാണ്. നിങ്ങളിപ്പോ അതിനെക്കുറിച്ചല്ലേ ആശങ്കാകുലരായിരിക്കുന്നത്? വെറുപ്പിന്റെ അവസാനം BJPയോട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രണയമായിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് തൃശ്ശൂരിലെ വിജയം, അതിന്റെ ഭാഗമാണ് ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ മുന്നേറ്റം. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെട്ട് BJPയുടെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം. ശരി.